വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് താഴോട്ടേക്കൊന്ന് ഇറങ്ങിയതിനു ശേഷം നല്ലൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. പുൾ ബാക്ക് തന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസും ഉണ്ട്. ഇവിടെ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസും ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് ഏരിയാസും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. മിക്കവാറും മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസുകൾ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് ആക്ഷൻ ഗോൾഡിൽ സംഭവിക്കും. അപ്പോൾ ആ ഒരു പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 1 അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം. അവിടെ ഒരു സപ്പോർട്ട് ക്ലിയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ റീടെസ്റ്റ് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ 1 അവറിന്റെ സപ്പോർട്ടായിട്ട് ഈ ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. കളറൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതുപോലെ മുകളിലോട്ട് നോക്കിയാലും കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്നിട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. മിക്കവാറും ഈ റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് ഒന്ന് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത. കാരണം മാർക്കറ്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇംബാലൻസിലേക്കാണ്. അതുപോലെ തന്നെ അതിന്റെ മുകളിലും മറ്റൊരു ഇംബാലൻസും കൂടി ഉണ്ട്. ഈ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ അതിന്റെ മുകളിൽ ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. 1 അവറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നു മാർക്കറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്തതിന് ശേഷം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടി. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടി. അങ്ങനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണ്. അപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു കീ ഏരിയ വരെ മുകളിലോട്ട് പോയിട്ട് ഒരുപക്ഷെ ഒരു ഷോർട്ട് ടൈം റിവേഴ്സലോ അല്ലെങ്കിൽ വലിയൊരു റിജക്ഷനോ കിട്ടി താഴോട്ടേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് എവിടം വരെ വരും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നോക്കിയാൽ കാണാം 1 അവറിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയിൽ നിന്നിട്ട് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ട കാര്യം. എനിവേ 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത നിലവിലുണ്ട്. ആ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്താണ് എൻട്രി സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങണം. താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലോയിനെ, അതായത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ മുകളിലോട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്, ഒരു ബൈ ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ടാണ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് താഴോട്ടേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ, പ്രത്യേകിച്ചും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക. ഒരു സഡൻ ബ്രേക്ക് ആണെങ്കിൽ ഒരുപക്ഷെ താഴോട്ടേക്ക് വന്ന് ഈ ലോ എടുത്ത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകും. അല്ല, മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ നിന്ന് ബ്രേക്ക് ചെയ്ത് കുറച്ചു നേരം ഈ ഒരു ഏരിയയിൽ നിന്നതിന് ശേഷം പിന്നെയാണ് വീഴുന്നതെങ്കിൽ, പിന്നത്തെ ഒരു സഡൻ മൂവ്മെന്റോ അല്ലെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ മൂവ്മെന്റോ വരികയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഇതിലേക്ക് റീടെസ്റ്റ് വരും. അങ്ങനെ റീടെസ്റ്റ് വരികയാണെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫോളോ ത്രൂവിൽ ട്രേഡ് എടുക്കാം. ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവൽ വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണ് ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വീഴുകയാണ്, അല്ല ഒരു സഡൻ മൂവ്മെന്റ് ആണ്. വല്ലാണ്ട് കാര്യമായി ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാതെ താഴോട്ടേക്ക് വന്ന് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് വീണ്ടും ഒരു ട്രേഡ് എടുക്കാം. ട്രേഡ് എടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഒരു ലൈനിന്റെ മുകളിലായിരിക്കണം, ഇതിന്റെ ഉള്ളിൽ എടുക്കാതിരിക്കുക.
ഈ ലൈനിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുത്തിട്ട് ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ ഈ ഇംബാലൻസിലേക്കോ ഈ ഒരു ഏരിയയിലേക്കോ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സോണിലേക്കോ അവിടേക്കോ ഒക്കെ നമുക്ക് ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഇപ്പോൾ 2 എൻട്രി സാധ്യതകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോയതിനു ശേഷം ഈ ഏരിയയിൽ എത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തു. കൺസോൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലോട് കൺസോൾട്ടേഷൻ ആവരുത്. ഒരു വീക്ക് കൺസോൾട്ടേഷൻ നടന്നതിന് ശേഷം ഒരു മൂവ്മെന്റ് താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും റീടെസ്റ്റ് പോയി അവിടേക്ക് വീണ്ടും നല്ലൊരു സ്ട്രോങ് മൂവ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഫോളോ ത്രൂ അടുത്ത ട്രേഡ് എടുക്കാം. അടുത്ത ട്രേഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറെക്കുറെ ഈ ഒരു ലെവൽ ഇവിടെ നോക്കിയാൽ കാണാം, ഇപ്പൊ തന്നെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് കിട്ടാവുന്നതാണ്. അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടേക്ക് എത്താം. അതും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ട്രേഡ് ഈ ഒരു ഏരിയയുടെ താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു സെൽ എൻട്രി നോക്കാം ഇവിടം വരെ. അപ്പൊ ഇത്രയാണ് ഇന്ന് ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ കൃത്യമായി ഏരിയാസ് മാർക്ക് ചെയ്ത് ആ ഏരിയാസിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.